ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് കടിയായിട്ട് അവലൂസ് പൊടിയാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാം. നാഴിപ്പൊടിക്ക് ഒരു തേങ്ങയാണ് വേണ്ടത്, അതാണ് അതിന്റെ കണക്ക്. അപ്പൊ നമുക്ക് ഇതാണ് നാഴിപ്പൊടിയുടെ കണക്ക്. നിറച്ചാകുമ്പോഴത്തേക്കും നാഴിപ്പൊടിയിൽ കൂടുതലാവും. അപ്പൊ 20 നാഴിപ്പൊടി എടുത്തിട്ടുണ്ട്, 2 നാഴിപ്പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പൊ അതിലേക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ നോക്കിയിട്ട് വേണം നമുക്ക് ഇടാം. കുറച്ച് നമുക്കൊരു ഉദ്ദേശം ഉണ്ടല്ലോ, ഒരു കണക്ക്. അതിന് മാത്രം ഒരു നുള്ളുപ്പാണ് ഇതിന്, ഒരുപാട് ഉപ്പ് വേണ്ട. ഇതിലേക്ക് നമ്മൾ ഒരു തവി നെയ്യ്, 2 തവി നെയ്യ് വേണം. അതാണ് അതിന്റെ കണക്ക്. ഇച്ചിരി കട്ടയിരിക്കും. കട്ടയും 2 തവി നെയ്യ് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി അടുത്തതായി ഏലക്കാപ്പൊടി. ഈ തവിക്ക് ഒരു തവി എടുത്തിട്ടുണ്ട് ഞാൻ. സ്മെല്ല് ഇച്ചിരി മുന്നോട്ട് നിൽക്കണം, അതാണ് ഇത്രയും ഏലക്കാപ്പൊടി എടുത്തത്. ഇത് 2 തേങ്ങ ചെരുകിയ തേങ്ങയാണ്. അപ്പൊ അതും നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. വേറെ വെള്ളമോ ഒന്നും തന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുകയില്ല. അവലൂസ് പൊടി എന്ന് പറഞ്ഞാൽ തേങ്ങയുടെ നനവാണ്. തേങ്ങ കൊണ്ട് തന്നെ നമ്മൾ നനച്ചെടുക്കണം, അതാണ് അവലൂസ്. ഇത് നമ്മള് നന്നായി തിരുമ്മി എടുക്കണം. പൊടി ശരിക്കും ഈ തേങ്ങയുടെ ആ നനവ് കൊണ്ട് തന്നെ തേങ്ങായിൽ നിന്ന് തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി വന്ന് ആ പൊടിയിലേക്ക് ചേർന്ന് നന്നായി നനഞ്ഞു വരണം. ഇപ്പഴേ പാതി നനവേ ആയിട്ടുള്ളൂ. എന്താ വെച്ചാൽ ഇതിന് ഏറ്റവും കൂടുതൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തിരുമ്മി തിരുമ്മി ഈ പൊടി നനച്ചെടുക്കണം. ഇനിയും കുറെ നേരം, അധിക നേരം തിരുമ്മിയാലേ ഈ പൊടി നനഞ്ഞു കിട്ടുള്ളൂ. അപ്പൊ നനച്ചിട്ട് വരാം. ഇപ്പൊ നമ്മുടെ അവലൂസ് പൊടി നന്നായിട്ട് നനഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് വറുത്തെടുക്കാം. അപ്പൊ നമ്മള് ഒരു കട്ടിയുള്ള പാത്രം വേണം. ഈ അവലൂസ് വറുക്കുമ്പോ എപ്പോഴും നല്ല അടി കട്ടിയുള്ള പാത്രം തന്നെ വെച്ച് വറക്കണം, അല്ലെ പെട്ടെന്ന് അവലൂസ് പൊടി അടിക്ക് പിടിക്കും. എന്ന് വെച്ചാൽ നമ്മളെ എണ്ണ അങ്ങനെയുള്ള സാധനങ്ങൾ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു സാധനമല്ല. നമ്മളിപ്പോ ചേർത്തേക്കട ചേരുവകൾ ഇട്ടിട്ട് കട്ടിയുള്ള പാത്രത്തിൽ വറുത്തെടുക്കണം. അപ്പൊ അടികട്ടിയുള്ള പാത്രം തന്നെ വെക്കണം. അപ്പൊ നമ്മള് ഗ്യാസ് ഒന്ന് കത്തിക്കാം. എന്നിട്ട് ഇത് നല്ല കട്ടിയുള്ള ഇൻഡാലത്തിന്റെ പാത്രമാണ്, ചൂടായിക്കോട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം.
അപ്പൊ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്, ഒന്ന് വാങ്ങിയിട്ടുണ്ട്. നല്ല മണം, നല്ലൊരു മണം വരുന്നുണ്ട്. പാതി മൂപ്പേ ആയിട്ടുള്ളൂ, അപ്പൊ തന്നെ നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങി. പറക്കെ ഒന്ന് മാറിത്തിറങ്ങിയിട്ടുണ്ട്. നല്ല വെള്ളപ്പൊടിയായിരുന്നത് ഇപ്പൊ ഒരു ഓഫ് വൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട്. കണ്ടാ, നിങ്ങക്ക് കാണാലോ അല്ലേ ഇങ്ങനെ കാണിക്കുന്നത്. എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്താലേ എനിക്കിത് ചെയ്യാനുള്ളൊരു പ്രചോദനം വീണ്ടും വീണ്ടും കിട്ടുള്ളൂ. എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതെ, അവലൂസ് പൊടിയുടെ പാകം എന്ന് പറഞ്ഞെന്നാ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്ന നമുക്ക് അതിന്റെ പാകം മൂക്കും, പക്ഷെ നമുക്ക് മനസ്സില്ല. ഈ പൊടി ഇങ്ങനെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ, ചൂടാണ്, നല്ല ചൂടാണ്, നമുക്കിങ്ങനെ എടുക്കുമ്പോൾ മനസ്സിലാവും ഈ പൊടി പാകമായെന്ന്. പാകമായിട്ടില്ല, ഒരു ശകലം കൂടി ആകാനുണ്ട്. അപ്പൊ ഏകദേശം പാകമായി വരുന്നുണ്ട്. അപ്പൊ ചൂട് കൂടി ഇപ്പൊ നല്ല ചട്ടി നല്ല പഴുത്ത് നിൽക്കുന്ന സമയമാണ്. അത് കാരണം തന്നെ പെട്ടെന്ന് പാകമാകും. ഉടനെ നമുക്ക് ഇങ്ങനെ കൈ വിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഏകദേശം പാകമായിട്ടുണ്ട്. അപ്പൊ നമുക്കിത് തീയൊക്കെ ഓഫ് ചെയ്ത് നമുക്കിത് പാത്രത്തിലേക്ക് എടുക്കാം. നമ്മള് ഗ്യാസ് ഓഫ് ചെയ്ത്, പക്ഷെ എന്നാലും ചട്ടി നന്നായിട്ട് പഴുത്തിരിക്കണം. കാരണം നമ്മൾ കുറച്ചു നേരം, അധിക നേരം ഇങ്ങനെ ഇളക്കണം. ഇളക്കി ആ ചട്ടി ഒന്ന് തണുത്തു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെക്കാൻ പറ്റുമോ. അപ്പൊ നമ്മുടെ അവലൂസ് പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ പഞ്ചസാര ചേർത്താണ് ഇത് കഴിക്കേണ്ടത്. അപ്പൊ നമ്മള് ഒരു ടിന്നിൽ നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ഉണക്കി നല്ലോണം ആക്കിയിട്ട് വേണം അതിനകത്ത് ഇട്ട് വെച്ചെന്നാൽ കുറെ അധികം നാളിരിക്കും. ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്ത് നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിക്കാം. പഞ്ചസാര ഇല്ലാണ്ട് കഴിക്കാം. ഷുഗർ ഉള്ളവർ പഞ്ചസാര ഉപയോഗിക്കാണ്ട് കഴിച്ചു, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ്. നമ്മള് നല്ലതാ. അപ്പൊ എല്ലാവരും ഈ അവലൂസ് പൊടി ഉണ്ടാക്കി നോക്കണം കേട്ടോ.